ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കാം. ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്? ഒന്ന്, നമ്മൾ പഠിച്ച തന്നെ, ഒന്ന് ഇൻവെസ്റ്റ്മെന്റിനെ മൊബിലൈസ് ചെയ്യുക. കാരണം കുറേ അധികം സ്കാറ്റർ ചെയ്തെടുക്കുന്ന ചെറിയ ആൾക്കാരുണ്ട്. ഇവരുടെ കയ്യിൽ 5000, 10000, 2000, 500 SIP ഒക്കെ ഇല്ലേ? SIP പേപ്പർ കാണാനല്ലേ? SIP കണ്ടിട്ടുണ്ട് നമ്മൾ? മ്യൂച്വൽ ഫണ്ട് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ചെറിയ എമൗണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മുടെ വീട്ടിലൊക്കെ പോസ്റ്റ് ഓഫീസിൽ RD ചേച്ചി വരാറുണ്ട് അല്ലേ? ഒരു ചേച്ചി വരും നമ്മുടെ വീട്ടിൽ, അമ്മോട് പറഞ്ഞിട്ട്, അതെ ചേച്ചി RD 2000 മാസം, 500 മാസം, 60 മാസത്തെ RD ഒക്കെ ഉണ്ട്. അതുപോലെ RD ആണ് ഈ ഷെയർ മാർക്കറ്റിൽ, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന RD ആണ് SIP എന്ന് പറയുന്നത്. അത് ടാറ്റയുടെ, ബിർളയുടെ, SBIയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അവസാനം വലിയൊരു എമൗണ്ട് ആയിട്ട് കൂടുകയും ചെയ്യാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അപ്പോൾ അങ്ങനെ ആൾക്കാർ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഏബിൾ ആയിട്ടുള്ള ചെറിയ പൈസ ഉള്ള ആൾക്കാരിൽ നിന്ന് പോലും ഫണ്ട് എവിടേക്ക് മൊബിലൈസ് ചെയ്യുന്നു? ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് മൊബിലൈസ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. 2, സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കും. അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് അനഘ ജനിച്ചിട്ട് പോലില്ല. അനഘയ്ക്ക് ഇന്ന് SBIയുടെ ഷെയർ വേണം, വാങ്ങാൻ അവസരം വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻഫോസിസ് 980 ഷെയർ IPO പോകുന്ന സമയത്ത് നിജിൻ ജനിച്ചിട്ടില്ല. 980 ജനിച്ചിട്ടാ? അറിയില്ല, അത്ര വയസ്സാന്ന് കണ്ട പാവം ചെറിയ കുട്ടിയെ തോന്നുന്നുണ്ട്. പോരെ? 980 ഈ IPOക്ക് ഇൻഫോസിസ് പോകുന്ന സമയത്ത് ഇൻഫോസിസ് നിജിൻ ജനിച്ചിട്ടില്ല. നിജിന് ഇന്ന് ഇൻഫോസിസിന് ഷെയർ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഈശ്വര, എന്തൊരു കഷ്ടമാണ്, അന്ന് ഞാൻ ജനിച്ചില്ലോ, ഇനി ഇൻഫോസിന് ഷെയർ കിട്ടില്ല. ടെൻഷൻ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. 3, എഫിഷ്യന്റ് പ്രൈസ് ഡിസ്കവറി. ഒരാൾക്കും പ്രൈസ് മാനിപ്പുലേറ്റ് പറ്റില്ല എന്ന് ഞാൻ 100% അല്ല പറയുന്നത്. റീസണബിൾ സിറ്റുവേഷൻസിൽ പ്രൈസ് മാനിപ്പുലേഷൻ ലിമിറ്റഡ് ആയിരിക്കും. കാരണം ഹർഷൽ മെഹ്ത ചെയ്തിട്ടുണ്ട്, കേതൻ പരീഖ് ചെയ്തിട്ടുണ്ട്, ലേഡി വോൾഫ് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം മറ്റേ ആശാൻ, നമ്മളിപ്പോൾ 2 ദിവസം ഹൃദയ ഇടാൻ പോകുന്ന ആശാനും ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഒരു റാമ്പന്റ് ആയിട്ടുള്ള ഒരു അപകടം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൈസ് മാനിപ്പുലേഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസ് ഡിസ്കവറിക്ക് ആര് സഹായിക്കുന്നു? അതായത് ആൾക്കാരുടെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നു. കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച്, പുതിയ ന്യൂസ് അനുസരിച്ച് മാർക്കറ്റ്. മോഡിഗ്ലാനി മില്ലർ ഓർമ്മ വരുന്നില്ലേ? ഇപ്പോൾ മോഡിഗ്ലാനി മില്ലർ ഓർമ്മ വരുന്നുണ്ടോ? മോഡിഗ്ലാനി മില്ലർ എന്താ പറഞ്ഞേ? എല്ലാ ഷെയർ മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ്. അങ്ങനെ പഠിച്ചു. സെക്യൂരിറ്റി മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ്. All informations are available to everybody. So, പുതിയ ഇൻഫർമേഷൻ പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ മാർക്കറ്റിൽ സാധിക്കില്ല എന്ന് അദ്ദേഹം, ഡിവിഡൻഡ് കൊടുക്കണ്ട എന്നൊക്കെ അദ്ദേഹം പറയണ്ടായി. ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ നോട്ട് ഇമ്പോർട്ടന്റ് എന്നൊക്കെയാണ് മോഡിഗ്ലാനി മില്ലർ പറഞ്ഞത്. ഇതിപ്പോ നിജനും ദേവതയ്ക്കൊന്നും മനസ്സിലായില്ല. ഇത് 2 ചങ്ങായിമാരായി മോഡിഗ്ലാനി മില്ലർ. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്തെഴുതി? ഒരു തിയറി എഴുതിയിരിക്കുകയാണ് അവര്. ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഡിവിഡൻഡ് കൊടുത്താൽ എന്തുണ്ടാവും? ഷെയറിന്റെ വില കുറയും. ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ ഷെയറിന്റെ വില കൂടും. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റർ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് മോഡിഗ്ലാനി മില്ലർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ സ്ഥാപിച്ചിട്ടില്ലേ? സകലം തെറ്റാണ്, നമ്മൾ മാത്രം തെറ്റല്ല, ബാക്കിയുള്ളവരൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അത് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൈസ് ഡിസ്കവറിക്ക് മാർക്കറ്റ് സഹായിക്കുന്നു. ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരേ മാർക്കറ്റിലാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് പ്രൈസ് ഡിസ്കവറി ഉണ്ടാകുന്നത്. എഫിഷ്യന്റ് പ്രൈസ് ഡിസ്കവറിക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എന്താണ്? പ്രോപ്പറായിട്ട് സെറ്റിൽ ചെയ്യാൻ സഹായിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഷെയർ വിറ്റിട്ട് അല്ലെങ്കിൽ ഷെയർ വാങ്ങിയിട്ട് എനിക്ക് 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ഷെയർ കിട്ടും, എനിക്ക് 3-ാം ദിവസം കിട്ടും, അല്ലെങ്കിൽ അതിന് പൈസ തിരിച്ചിട്ടും. അപ്പൊ എക്സ്ചേഞ്ചില്, ക്യാപിറ്റൽ മാർക്കറ്റില് ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് പണം കിട്ടുകയോ അല്ലെങ്കിൽ എന്ത് കിട്ടുന്നോ, സെക്യൂരിറ്റീസ് കിട്ടുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. ഉദാഹരണം, ഞാൻ നിജിന് പണം കടം കൊടുത്താൽ നിജിന് 1 മാസം കഴിഞ്ഞിട്ട് തരും. ഞാൻ അത് സംയുക്തയ്ക്ക് കൊടുത്താൽ സംയുക്ത 2 മാസം കഴിഞ്ഞിട്ട് തരും. ഇങ്ങനെയല്ലേ പണം കടം കൊടുക്കുന്നത്? ഷെയർ മാർക്കറ്റിലാണെങ്കിൽ ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എന്റെ പൈസ എന്ന് കിട്ടും. 3-ാമത്തെ ദിവസം എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും. അത് ഞാൻ തന്നാലും തന്നില്ലെങ്കിലും വന്നിരിക്കും. ഞാൻ ഷെയർ വാങ്ങുകയാണ് ചെയ്തിട്ടില്ലെങ്കിൽ 3-ാമത്തെ ദിവസം എൻ്റെ അക്കൗണ്ടിൽ ഷെയർ വന്നിരിക്കും. ഇനി അഥവാ ഷെയർ വന്നിട്ടില്ല എന്ന് കരുതുക, അതിന്റെ പണം എനിക്ക് തിരിച്ചിട്ടിരിക്കും, വിത്ത് പെനാൽറ്റി എനിക്ക് തിരിച്ചിട്ടിരിക്കും. അപ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് കോൺഫിഡൻസ് പോലെ. അപ്പോൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? 1, ഇൻവെസ്റ്റ്മെന്റിനെ മൊബിലൈസ് ചെയ്യുന്നു, റിസോഴ്സസിനെ മൊബിലൈസ് ചെയ്യുന്നു. 2, ബൈയിങ് ആൻഡ് സെല്ലിങ് ആൻഡ് സെക്യൂരിറ്റീസ് എൻഷുർ ചെയ്യുന്നു. 3, നല്ല പ്രൈസ് ഡിസ്കവറിക്ക് സഹായിക്കുന്നു. 4, സെറ്റിൽമെന്റുകൾ, ഈ വാങ്ങലും വിൽക്കലും സെറ്റിൽമെന്റുകളെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നടത്തുന്നതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു.
സോ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിൽ വ്യത്യാസം എന്തൊക്കെയാണ്? പർപ്പസ്, മണി മാർക്കറ്റിന്റെ പർപ്പസ് എന്താ? ഇനി നിങ്ങൾ പറയണം, ശ്രദ്ധ പറയൂ. പർപ്പസ് നമ്മൾ നോക്കണം. മണി മാർക്കറ്റിൽ എന്താ ഉണ്ടാവുക? ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് അല്ലേ മണി മാർക്കറ്റിൽ ഉണ്ടാവുക? അല്ലേ? ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ ചോദ്യം? ഷോർട്ട് ടേം മീൻസ് വാട്ട് ടൈം? തെറ്റിച്ചാൻ എന്താ രക്ഷപ്പെട്ടാണ് ഞാൻ ഒന്ന് പറയാറുന്നു. ക്യാപിറ്റൽ മാർക്കറ്റോ? ശരി. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് മണി മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെറ്റല്ലോ ഞാൻ പറഞ്ഞത്? തെറ്റാണോ പ്രജിത? മണി മാർക്കറ്റ് ഉപയോഗിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഉപയോഗിക്കുന്നത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ആരാണ് മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്? സാധാരണ ഗവൺമെന്റ്, വലിയ വലിയ കോർപ്പറേറ്റുകൾ, അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെയാണ് മണി മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മളുണ്ടാവും, പാവപ്പെട്ട ജനങ്ങൾ, അല്ലെ, റീറ്റെയിൽ ആയിട്ടുള്ള സാധാരണക്കാരനും എവിടെ ഓപ്പറേറ്റ് ചെയ്യാം. വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും. വലിയ ആൾക്കാർ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. പക്ഷെ അതിലാർക്കാണ്? സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ദെൻ അതുപോലെ തന്നെ റിസ്ക് കമ്പാരിറ്റീവ്ലി ഏതിലാണ് റിസ്ക് കുറയുക? മണി മാർക്കറ്റിലാണ്. കാരണം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. ഇതൊക്കെ എന്താണ്? ഗ്യാരണ്ടി റിട്ടേൺ ഉണ്ടാവും, ഷോർട്ട് ടേം ആണ്, വലിയ അപകടമൊന്നും ഉണ്ടാവില്ല, ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും മണി മാർക്കറ്റിൽ എന്തായിരിക്കും? റിസ്ക് കമ്പാരിറ്റീവ്ലി ലോ ആണ്. സെക്യൂരിറ്റി മാർക്കറ്റിലോ ക്യാപിറ്റൽ മാർക്കറ്റിലോ ഭയങ്കര ഹൈ ആണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. KKPP. ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? തിരിച്ചു കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ആ കമ്പനി പെർഫോം ചെയ്തു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ പൈസ കിട്ടും. അവന്യൂ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ്സ്, അതിന്റെ മുതലാളിയുടെ പേര് പറഞ്ഞ അങ്ങനെ ഇതിനൊന്നും പോകാൻ നടക്കാൻ പറ്റില്ലല്ലോ. അവന്യൂ റീറ്റെയിൽ, അതിന്റെ മുതലാളിയുടെ പേര് കിട്ടില്ല. എനിബഡി? ഓക്കെ, ഓക്കെ. ഇവരുടെ ബ്രാൻഡ് അറിയോ നിങ്ങൾക്ക്? അയാളുടെ പേര് കിട്ടോ? ഞാൻ ഡി എന്നിട്ട് വിളിക്കുക വിചാരിച്ചു. ഡിമാർട്ട്. ഡിമാർട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇനി ആർക്ക് പറയാൻ പറ്റുമോ അതിന്റെ ഫൗണ്ടറുടെ പേര്? ഞാൻ ചോദിക്കട്ടോ, അതിങ്ങനെ പെട്ടുപോകുന്നു കണ്ട. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാ? പോണ്ടിച്ചേരി, മാഹി, പിന്നെ ഗോവയായിരുന്നു ഒരു കാലത്ത്. എന്താണ്? ഡാമൻ-ഡ്യൂ, പിന്നെ ഏതാ? ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, ജമ്മു, ലഡാക്ക്. ഉത്തരം പറഞ്ഞു കേട്ടോ ഞാൻ. ഞാൻ പറഞ്ഞു, എന്റെ ജോലി ഞാൻ ചെയ്തു. ഡാമൻ-ഡ്യൂ, മണ്ടേ. RK ദമാനി, രാമകൃഷ്ണ ദമാനി. ഇതെന്തിനാ സാറേ ഇപ്പൊ ഇവിടെ പറഞ്ഞതാണ്? പറഞ്ഞത് അതായത് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ ടോപ്പ് 20 വെൽത്തിയസ്റ്റ് പീപ്പിൾ ആയാളാണ് RK ദമാനി. അപ്പൊ അതൊക്കെ നമുക്ക് ചിലവർക്ക് ഇത് ശരിയാവും, ചിലവർക്ക് ഇത് ശരിയാവില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ഹെൽപ്പ് യു. ദ റിസ്ക് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ, ബട്ട് ഇഫ് യു ആർ റെഡി ടു ടേക്ക് ഹൈ റിസ്ക്, ദ റിട്ടേൺ ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ. റിട്ടേണും കൂടും. അതേസമയം മണി മാർക്കറ്റിൽ റിസ്ക് ഒന്നുമില്ല, കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. വരുമാനം കിട്ടിയാലായി, ഇല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ കിട്ടി. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ എവിടെ ഉണ്ട്? മണി മാർക്കറ്റിലുണ്ട്. അതെവിടെ ഇല്ല? ക്യാപിറ്റൽ മാർക്കറ്റിലില്ല. ദെൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവുക അതറിയണല്ലേ? കമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എവിടെ ഉണ്ടാവുക? മണി മാർക്കറ്റിലുണ്ടാവും. മറ്റൊരു ഷെയർ, ഡിബഞ്ചർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ദീർഘകാല പണം റേസ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അവരെന്ത് ചെയ്യുന്നു? ഷെയർ, ഡിബഞ്ചറുകൾ, പ്രിഫറൻസ് ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുകയും ആ ദീർഘകാല ആവശ്യത്തിന് ഉപയോഗിക്കുകയും അതിനുശേഷം അതുവഴി ലാഭം ഉണ്ടാക്കുമ്പോൾ അത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുകയോ ചെയ്യുന്നു. ഒരു സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എന്താ ഫങ്ഷൻ? സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ, നിങ്ങളുടെ കയ്യിലെ പൈസയ്ക്ക് നിങ്ങൾക്കൊരു അഡീഷണൽ ഉപയോഗം കണ്ടെത്തി തരികയാണ്. സാധാരണ ഒരു പൈസ ഉള്ള ആൾ എന്താ ചെയ്യാം? ഈ സെക്യൂരിറ്റി മാർക്കറ്റിലെങ്കിൽ ബാങ്കിലിടും. ഈ ബാങ്കിലിട്ടാൽ നമുക്ക് ലിമിറ്റഡ് റിട്ടേണേ കിട്ടുള്ളൂ. കാരണം എല്ലാവരും ബാങ്കിൽ ഇടുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യണേ? വേണം കിട്ടാൻ മതിയോ എന്ന് പറയണേ.
ഇവിടെ നമ്മൾ ബാങ്കിൽ ഇടുമ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പ് ചെയ്യണം. ആര് ചെയ്യണം? സെക്യൂരിറ്റി മാർക്കറ്റ് ചെയ്യണം. ഇന്ന് നിങ്ങൾക്ക് നേരിട്ട് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നയനക്ക് റിലയൻസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ടാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ടി സി എസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ്? നമ്മൾ സെക്യൂരിറ്റികൾ നേരിട്ട് വാങ്ങുന്നു. ഇൻഡയറക്റ്റ് എന്താ ചെയ്യുന്നത്? ഇത് വാങ്ങാൻ കഴിവുള്ള ആൾക്കാർക്ക് പണം കൊടുക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ, ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്ക് പണം കൊടുക്കുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഒരു ഇൻവെസ്റ്ററെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആര് ഓപ്പൺ അപ്പ് ചെയ്യുന്നു? ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. പീപ്പിളിന് അവരുടെ ഐഡിയാസ്, ടാലന്റ്, അതായത് ഈ ചില ആൾക്കാർക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിജയ് ശേഖർ ശർമ്മ ആരാത്? എനിക്കറിയില്ല കേട്ടോ, വെറുതെ പറയണ്ട. വിജയ് ശേഖർ ശർമ്മ ഇവിടെ ആൾ ചോദിക്കാനിരിക്കുക. കേട്ടിട്ടുണ്ടോ നിങ്ങള് വിജയ് ശേഖർ ശർമ്മയെ? കേട്ടിട്ടില്ലേ അല്ലേ? ആരും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ആരാ വിജയ് ശേഖർ ശർമ്മ? പറഞ്ഞു. നമുക്ക് ഇവര് വെറുതെ വിടാൻ പാടുമോ? ഇതൊക്കറിയേ. പ്രൊമോട്ടർ എന്നൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴാണ് ഞാനത് പഠിപ്പിച്ചത്. പ്രൊമോട്ടർ 20% ഷെയർ ഉള്ള ആളാണ് പ്രൊമോട്ടർ. അങ്ങനെ പറഞ്ഞെ, കമ്പനി ഉണ്ടാക്കിയ ആളല്ല പ്രൊമോട്ടർ. ആരാണോ ആ കമ്പനി 20% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണ് പ്രൊമോട്ടർ. ഇയാൾ ഈ കമ്പനിയുടെ IPO വരുന്ന സമയത്ത് അത് 16% ആക്കിയിട്ട് നോൺ ക്ലാസിഫൈ ചെയ്തു. അയ്യോ, ഞാൻ പ്രൊമോട്ടർ അല്ല കേട്ടോ സാറേ എന്ന് പറഞ്ഞു. IPO വന്ന സമയത്ത് ഇവരുടെ IPO 16,750 കോടിയായിരുന്നു. ഈ കമ്പനി അതുവരെ ഒരു ദിവസം പോലും ലാഭം ഉണ്ടാക്കാത്ത കമ്പനിയായിരുന്നു. 1997 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ആ പേരിന്റെ അപ്പുറത്ത് കമ്മ്യൂണിക്കേഷൻ കൂടിയുണ്ട്. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 100% ഉത്തരം പറഞ്ഞു. 100% ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ലിമിറ്റഡ് എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ ഇനി. ഈ കമ്പനി നിങ്ങളുടെ തലത്തെ അവസാനത്താണ് കേട്ടത്. പേടിഎം എന്ന് പറയുന്ന കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. എന്നാ ഈ കമ്പനി തുടങ്ങിയേ? ഞാൻ പറയാൻ 1997 അല്ലേ പറഞ്ഞേ? 197 കമ്മ്യൂണിക്കേഷൻസ്. 197 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേര് വിജയശേഖർ ശർമ്മ. 1997 സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബ്രാൻഡാണ് പേടിഎം. മനസ്സിലായില്ലേ? 16,750 കോടിയുടെ IPOക്കാണ് പോയത്. ആ സമയത്ത് അദ്ദേഹത്തിന് 20% ഷെയർ ഉണ്ടായിരുന്നു. അതിൽ 16% ആക്കിയിട്ട് ഞാൻ പ്രൊമോട്ടർ അല്ല, കാരണം പ്രൊമോട്ടർ ആണെങ്കിൽ ഷെയർ വാങ്ങിയ ലോക്കിൻ പീരീഡ് ഉണ്ട്, അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പ്രൊമോട്ടർ അല്ല എന്ന് ഡീക്ലാസിഫൈ ചെയ്തു. അഡീഷണൽ ഇൻഫർമേഷൻ, ഈ കമ്പനിയിൽ ആര് ഇൻവെസ്റ്റ് ചെയ്തിരുന്നോ? അലി എക്സ്പ്രസ്, ആലിബാബ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഈ ആലിബാബയുടെയും അലി എക്സ്പ്രസിന്റെയും പ്രൊമോട്ടറുടെ പേരെന്താണ് അഭിരാമി? പറഞ്ഞോ. മാ തുജേ സലാം എന്ന് പറഞ്ഞ പോലെ മിണ്ടാണ്ടിരിക്കരുത്. ഉത്തരം പറഞ്ഞുണ്ടോ? ഞാൻ ഉത്തരം പറഞ്ഞേ. ജാക്മ. അല്ല, പേരെന്താണ്? ജാക്മ. കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. ഇതൊന്നും അറിയാണ്ട് ഇത് പഠിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഈ സാധനം മുഴുവൻ മാറാൻ പോണ കാര്യമാണ്. ഇത് എങ്ങനെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞാലേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ബ്രഹ്മി കഴിക്കണം. ഞാൻ ബ്രഹ്മി കഴിച്ചിട്ടില്ല കേട്ടോ. അല്ല, ഇനി ഞാൻ ബ്രഹ്മി കഴിച്ചിട്ടാണോ സാറാണോ അതിൻ്റെ തെളിവെന്ന് ചോദിക്കേണ്ട വെച്ചിട്ടാണ് പറയുന്നത്. മീരൊക്കെ ചോദിച്ചോളാം ചിലപ്പോൾ. ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞപ്പോൾ, കാശ് കയ്യിലുള്ള ആൾക്കാർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അഡീഷണൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നു. ആ അഡീഷണൽ ഓപ്പർച്യൂണിറ്റി വഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഭാഗമാകുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ക്യാപിറ്റൽ അപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനും ആര് സഹായിക്കുന്നു? സെക്യൂരിറ്റി മാർക്കറ്റ് സഹായിക്കുന്നു. സെക്യൂരിറ്റി മാർക്കറ്റ് നമുക്ക് സെക്യൂരിറ്റികൾ, ഒരിക്കൽ ഇഷ്യൂ ചെയ്ത കമ്പനികൾ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികൾ പിന്നീട് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സഹായിക്കുന്നു. ലിക്വിഡിറ്റി അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതിനോടൊപ്പം തന്നെ ലിക്വിഡിറ്റി ആര് പ്രൊവൈഡ് ചെയ്യുന്നു? സെക്യൂരിറ്റി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു.
ദെൻ എപ്പോഴാണോ ഒരു കമ്പനിക്ക് എന്താണ് പണത്തിന്റെ ആവശ്യമുള്ളത് അത് നേടിക്കൊടുക്കുന്നതിനും അതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഇൻടേൺ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെക്യൂരിറ്റി മാർക്കറ്റ് സഹായിക്കും എന്ന് പറയാം. കമ്പനിക്ക് പൈസ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആ പണം പെട്ടെന്ന് ലിക്വിഡിറ്റി അവർക്ക് ആവശ്യത്തിന് പണം തിരിച്ചെടുക്കുന്നതിനും ആര് സഹായിക്കുന്നു, സെക്യൂരിറ്റി മാർക്കറ്റ് സഹായിക്കുന്നു. സോ നമുക്കിങ്ങനെ പറയാം, ഇൻവെസ്റ്റ്മെന്റിന്റെയും സേവിങ്സിന്റെയും ഒരു ലിങ്കിനെ നമുക്ക് എന്ത് പറയാം, സെക്യൂരിറ്റി മാർക്കറ്റ്. ഇന്റർമീഡിയറി ആണ് സെക്യൂരിറ്റി മാർക്കറ്റ്. പണം സേവ് ചെയ്ത ആൾക്കാർ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി മാർക്കറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആയിട്ട് സെക്യൂരിറ്റി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നു. സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാൻ ആൾക്കാരിൽ നിന്ന് സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാനും അത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസുകളിലേക്ക് ചാനലൈസ് ചെയ്യാനും സെക്യൂരിറ്റി മാർക്കറ്റ് സഹായിക്കുന്നു. ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി കൊടുക്കുന്നു. ദെൻ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സെക്യൂരിറ്റി മാർക്കറ്റ് സഹായിക്കുന്നു. സോ the liquidity the market confers the yield promised or anticipated. ഇനി സെക്യൂരിറ്റി മാർക്കറ്റിലെ ഫിക്സഡ് റിട്ടേൺ കിട്ടുമോ എന്ന ചോദ്യത്തിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഗിവ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിട്ടേൺ. ഫോർ എക്സാമ്പിൾ പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ ഒക്കെ ആണെങ്കിൽ ഫിക്സഡ് റിട്ടേൺ കിട്ടും. അതേസമയം ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ മാർക്കറ്റിൽ ഫിക്സഡ് റിട്ടേൺ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്ത് തരം റിട്ടേൺ ആണോ ആ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നത് അതുപോലത്തെ റിട്ടേണും അതിനോടൊപ്പം തന്നെ ലിക്വിഡിറ്റിയും ആര് പ്രൊവൈഡ് ചെയ്യുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്, ഇത് നോക്കൂ, ഈ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ പെർസെപ്ഷൻ ഷെയർ മാത്രം വിൽക്കുന്ന സ്ഥലമാണെന്ന് ആലോചിച്ച് പോകരുത്. ഷെയർ മാത്രം വിൽക്കുന്ന സ്ഥലമല്ല. അവിടെ ഡിബഞ്ചർ ഉണ്ടാകാം, ബോണ്ട് ഉണ്ടാകാം, പ്രിഫറൻസ് ഷെയർ ഉണ്ടാകാം, മറ്റു സെക്യൂരിറ്റികൾ ഉണ്ടാകാം. അവിടെ ഫിക്സഡ് വരുമാനം കിട്ടുന്ന സെക്യൂരിറ്റികളും ഉണ്ടാകാം, അങ്ങനെ വരുമാനം കിട്ടാത്ത സെക്യൂരിറ്റികളും ഉണ്ടാകാം. അപ്പോൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന് ഫിക്സഡ് വരുമാനം കിട്ടുമോ എന്ന ചോദ്യത്തിന് ആ പർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് ഫിക്സഡ് വരുമാനം കൊടുക്കാനുള്ള പ്രൊവിഷൻ അതിലുണ്ടെങ്കിൽ അത് ഫിക്സഡ് വരുമാനം കിട്ടും. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഡിസൈഡ് റിട്ടേൺസ് ആണ് അയാൾക്ക് കിട്ടുന്നത്. രണ്ട് തരം വരുമാനങ്ങളാണ് സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്ന് കിട്ടുക. എന്തൊക്കെ കിട്ടുക, ആ സെക്യൂരിറ്റിയുടെ മുകളിൽ ഫിക്സഡ് വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം പ്ലസ് എന്താ കിട്ടുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവും നിങ്ങളുടെ വരുമാനമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡെവലപ്ഡ് മാർക്കറ്റുകൾ എന്ത് ചെയ്യുന്നു, വ്യക്തികൾക്ക് അത് എത്ര ചെറിയ ആളാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഷെയർ, ഇയാൾ വലിയ കമ്പനിയിൽ ഷെയറൊക്കെ ഉള്ള ആളാണേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം ഇയാൾ വലിയ പൈസക്കാരനാണ്. പണ്ടത്തെ അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ നിങ്ങളുടെ പ്രായത്തിലെ കുട്ടികൾ പലരും ഇന്ന് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അവർ 500 രൂപ, 1000 രൂപ, 200 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും എത്രമാത്രം പണമുണ്ട് നോക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആര് തരുന്നു, സെക്യൂരിറ്റി മാർക്കറ്റ് തരുന്നു. ദെൻ ഇനി എന്താണ്, ഒരു ഈ തുടക്കക്കാരനും പുതിയ ഒരു കമ്പനിക്കും അത് പഴയ ഒരു കമ്പനിക്കും മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. റിലയൻസിനും ഫണ്ട് റേസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പിനും മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആർക്കേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല സാറേ, വലിയ വലിയ കമ്പനി ആവണം, കുറേ കാലം വർക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കി ഒരു 15 കൊല്ലെങ്കിലും പഴക്കമുള്ള കമ്പനിക്ക് മാത്രമേ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് പൈസ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പുതിയ കമ്പനിക്കും പഴയ കമ്പനിക്കും ഒക്കെ പണം റേസ് ചെയ്യാൻ ആര് സഹായിക്കുന്നു, സെക്യൂരിറ്റി മാർക്കറ്റ്. ഇവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നുള്ളതാണ്. ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, യു ഹാവ് എ ബിസിനസ് ഐഡിയ, യു ക്യാൻ ഡെഫിനറ്റ്ലി സി. ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ഈ വേസ്റ്റ് പെറുക്കുന്ന ബിസിനസ് നടത്തുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിൽ ഒരു പയ്യനുണ്ട്, അവൻ റദ്ദിവാലയാണ്. എന്താ റദ്ദിവാല? വീട്ടുകൾ പോയിട്ട് ആ പ്ലാസ്റ്റിക് ഉണ്ടോ, ഇരുമ്പ്, പ്ലാസ്റ്റിക്, അലുമിനിയം, ഫാൻ ഉണ്ടോ ജനാളില്ലേ, ഈ സാധനം ഇയാൾ ഓൺലൈനായിട്ട് ചെയ്യണമെന്ന്. ചെറിയ ടേൺ ഓവറേ ഉള്ളൂ, 35 കോടിയുള്ള ടേൺ ഓവർ. നമുക്കിതൊക്കെ മോശ. ചെറിയ ടേൺ 35 കോടി. അതിന് പൈസ എവിടുന്ന കിട്ടിയേ? ഇയാൾക്ക് പൈസ ഇല്ല. എവിടുന്ന പൈസ കിട്ടിയേ? പൈസ കിട്ടിയത് അയാൾക്ക് മാർക്കറ്റിൽ നിന്നാണ്. അയാൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ പൈസ കൊടുത്തു. ഇയാൾക്ക് ഈ ബിസിനസ്, നിങ്ങൾ ഷാർക്ക് ടാങ്ക് കണ്ടിട്ടുണ്ടോ? ഷാർക്ക് ടാങ്ക് എന്തിനുള്ളതാ? വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പ്ലാറ്റ്ഫോം, വെഞ്ചർ ക്യാപിറ്റൽ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അടുത്തൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, എനിക്കത് പറയാനൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിലോ, ഞാൻ എൻ്റെ പ്രസന്റേഷൻ അടിപൊളിയാണെങ്കിലോ, എന്നിലവർക്കൊരു വിശ്വാസം ഉണ്ടായെങ്കിലോ, ചിലപ്പോൾ അവരൊരു ബിസിനസ് തന്നെ വാങ്ങിയേക്കും. നിങ്ങൾ ഷാർക്ക് ടാങ്ക് കാണും സ്ഥിരമായിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ബിസിനസ്സുകൾ ഔട്ട്റൈറ്റ് പർച്ചേസ് ആണ്. നിങ്ങളിത് വിൽക്കുന്നോ? 5 കോടി തരാം. അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിക്കും. ഞങ്ങൾ 5% ഷെയർ തരാൻ തയ്യാറാണ്. എത്ര രൂപ വേണം? ഞങ്ങൾക്ക് 4 കോടി രൂപ വേണം. 4 കോടിയും തരാൻ പറ്റില്ല, ഒരു 1.5 കോടി തരുമോ നിങ്ങൾക്ക് ചോദിക്കും. ഇതിനെ നമ്മൾ എന്താ പറയുക, വെഞ്ചർ ക്യാപിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ യു ക്യാൻ even a old company or a new company can raise money from securities market. That is the beauty of security market. ഇതൊന്നും കാണാതെ പോകരുത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ യു ആർ ഇൻവെസ്റ്റിംഗ് ദിസ് ടൈം ഫോർ യുവർ ഗ്രോത്ത്. ഈ ഒരൊറ്റ വർഷം നിങ്ങൾ ചെലവാക്കണം.
പണിയെടുക്കണം, കഷ്ടപ്പെടണം. അടുത്ത കൊല്ലം മുതൽ ജീവിതം ആഘോഷമാണ്. ഇപ്പൊ അടിച്ചു പൊളിച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ല. സെക്യൂരിറ്റി മാർക്കറ്റിന് രണ്ട് ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്റർഡിപെൻഡന്റ് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത രണ്ട് സെഗ്മെന്റുകളുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി. അറിയാലോ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ ആദ്യമായിട്ട് അവരുടെ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ പോകുന്ന മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ്. അവിടെ എന്താ ഉണ്ടാവുക? ഇഷ്യൂവർ നേരിട്ട് ഇൻവെസ്റ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും പണം നേരിട്ട് ഇഷ്യൂയിങ് കമ്പനിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ഏത് സെക്യൂരിറ്റി നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാം? ഷെയർ മാത്രമേ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? അല്ല, എന്തും ഏത് സെക്യൂരിറ്റിയും ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ആരൊക്കെയാണ് ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇനീഷ്യൽ പബ്ലിക് ഓഫർ മാർക്കറ്റ് എന്ന് പറയാം. ഈ പ്രൈമറി മാർക്കറ്റ് നമുക്ക് എന്ത് പറയാം? ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ആദ്യമായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന മാർക്കറ്റിനെയും നമുക്ക് പ്രൈമറി, അങ്ങനെ ഒരു പേരും കൂടെ ഇതിന് ഉണ്ട്. ഇനി ദ പ്രൈമറി മാർക്കറ്റ് in which public issue of security is made through a prospectus. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൈമറി മാർക്കറ്റിലെ പബ്ലിക് ഇഷ്യൂ ചെയ്യണത്? പ്രോസ്പെക്ടസ് വഴി. എന്താ പ്രോസ്പെക്ടസിന്റെ ശരിക്കുള്ള വാക്ക്? മീനിങ് എന്താ? ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് വിത്ത് സെക്യൂരിറ്റീസ്. അതിനെയാണ് ഇൻവിറ്റേഷൻ. കല്യാണ കത്ത്. എന്റെ കമ്പനിയുടെ ഷെയർ വേണോ? ഞങ്ങൾ ഇത് അങ്ങനെയൊക്കെയാണ്, നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്, ബിരിയാണി ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, നിങ്ങൾ വരാൻ അടിപൊളി. ഇതാണ് പ്രോസ്പെക്ടസ്. Prospectus speaks about the company, its growth opportunities, future opportunities and opportunities for you to make return. അപ്പൊ പ്രോസ്പെക്ടസ്. അപ്പൊ ഒരു കമ്പനി IPO വരുന്ന സമയത്ത് ആ കമ്പനി എന്താ ചെയ്യാം? അവര് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. ആ പ്രോസ്പെക്ടസ് വഴി ഫ്യൂച്ചർ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ആരൊക്കെയാണ് സാധാരണ IPO മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുക? ഒന്ന്, ആരാണ്? കോർപ്പറേറ്റ് എൻറ്റിറ്റികൾ. ആരാ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? കമ്പനികളാകാം, അല്ലെ? വിച്ച് മെയിൻലി ഇഷ്യൂ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ്, ഷെയർസ് ആൻഡ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ബോണ്ട്സ്, ഡിബഞ്ചർ എക്സെട്ര. ഇതിനകത്ത് മെയിൻലി ഇഷ്യൂസ് എന്നാ പറഞ്ഞത്. അത് മാത്രമാണെന്നൊന്നും പറഞ്ഞില്ല. അതായത് കമ്പനികൾ ഉണ്ടാവും. വലിയൊരു പ്ലെയർ ആരാണ്? കമ്പനിയാണ്. കമ്പനികൾ എന്ത് ചെയ്യുന്നു? ഷെയറുകളും അതുപോലെ ഡിബഞ്ചറുകളും ബോണ്ടുകളും ഒക്കെ ഇവിടെ ഇഷ്യൂ ചെയ്ത് പോലത്തെ ഇൻസ്ട്രുമെന്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്നു. രണ്ടാമത്തെ ആൾക്കാർ ആരാ? ഗവൺമെന്റ്. ഗവൺമെന്റ് എന്താ ചെയ്യണത്? അവര് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെക്യൂരിറ്റികൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നു. ഏതൊക്കെയാ ഉണ്ടാവുക? അതിൽ അവർ സാധാരണ ബോണ്ടുകൾ, ട്രഷറി ബില്ലുകൾ, അതുപോലെ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? ഡേറ്റഡ് സെക്യൂരിറ്റി പറഞ്ഞാൽ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഗവൺമെന്റ് ബോണ്ടുകളാണ് ഡേറ്റഡ്. NSE, നാഷണൽ സേവിംഗ് സ്കീം ഒക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്? ഡേറ്റഡ് സെക്യൂരിറ്റി. ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മെച്യൂരിറ്റി ഉള്ള സെക്യൂരിറ്റികളാണ് ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റഡ് സെക്യൂരിറ്റികൾ ഉണ്ടാകാം. അതുപോലെ തന്നെ എന്തുണ്ടാകാം? എന്താണ് ഫോർ എക്സാമ്പിൾ ട്രഷറി ബിൽസുകൾ, അങ്ങനെ നമ്മൾ പറഞ്ഞ മസാല ബോണ്ടുകൾ, കിഫ്ബി ബോണ്ടുകൾ, ഇതൊക്കെ എവിടെ വരുന്നത്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന. അപ്പോൾ ആരൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുക? കമ്പനികൾ ഇഷ്യൂ ചെയ്യും, ഗവൺമെന്റുകൾ ഇഷ്യൂ ചെയ്യാം. ദെൻ ഇവിടെ ആരൊക്കെയാണ് ആരിൽ നിന്നാണ് ഈ പണം അവർ റേസ് ചെയ്യുന്നത്? ഒന്ന്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൽ നിന്ന്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നതാണ്. അതായത് നമ്മളൊരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്രമാത്രം കൊടുക്കണമെന്നും പബ്ലിക്കിന് ഇത്ര മാത്രമേ എടുക്കാൻ പാടുള്ളൂ നിയമമുണ്ട്. അതായത് ഒരു 100 രൂപ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയം, മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ ടോട്ടൽ റേസ് ചെയ്യുന്ന സമയത്ത് 25% മാത്രമേ പബ്ലിക്കിന് എടുക്കാൻ പാടൂ. ബാക്കി 75% അവരെന്ത് ചെയ്യണം? ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ സെലക്ടഡ് ആയ ആൾക്കാരിൽ നിന്നോ പണം റേസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം, കമ്പനി ഉണ്ടാക്കണം എന്ന നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി അടുത്തപടി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്സ് ഒരു കമ്പനി എന്ത് ചെയ്യും? ഈ പബ്ലിക് IPO ചെയ്യുന്ന സമയത്ത് കമ്പനി ആവട്ടെ ഗവൺമെന്റ് ആവട്ടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ചെയ്യും. ദെൻ ഇന്റർനാഷണൽ മാർക്കറ്റിലും നമ്മൾ എന്ത് ചെയ്യാം? ഈ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യും. ഇന്ത്യയിലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴിയോ ഇൻഡിവിജ്വൽസിന് വേണ്ടി റിറ്റെയിൽ മാർക്കറ്റിലോ നമ്മൾ സെക്യൂരിറ്റികൾ IPO മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ IPO നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ADR, GDR. എങ്ങനെ IPO നടത്തി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ കസ്റ്റോഡിയൻ ബാങ്കിന് IPO നടത്തി ഷെയർ കൊടുക്കുകയും അതിൻ്റെ മുകളിൽ നമ്മൾ ADR-ഉം GDR-ഉം മറ്റുള്ള രാജ്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ 2 ആൾക്കാരാണ് ഷെയർ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുക. ആരൊക്കെയാണ്? ഒന്ന് കമ്പനികളാകാം, അല്ലെങ്കിൽ ഗവൺമെന്റുകളാകാം. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാകാം, ഗവൺമെന്റ് കമ്പനികളാകാം. ഇത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴിയോ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റ് ഇഷ്യൂ വഴിയോ അതല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ADR, GDR വഴിയോ അവർ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യും. ഇനി സെക്കൻഡറി മാർക്കറ്റ്. എന്താ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ എന്തില്ല?
കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഷെയർ സെക്യൂരിറ്റികൾ ഹോൾഡ് ചെയ്യുന്ന ആൾ അത് ആവശ്യക്കാരന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കമ്പനിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. കമ്പനിയുടെ റേറ്റ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് പ്രൈസ് ഡിസ്കവറി ഉണ്ടാകുകയും അതുവഴി സെക്യൂരിറ്റികൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഇത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആളുടെ പേരെന്താണ്? ബ്രോക്കേഴ്സ് ആണ് നമ്മളിതിന് സഹായിക്കുന്നത്. ഒരു ബ്രോക്കർ ത്രൂ, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത കമ്പനി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് അതെന്തായിരുന്നു? ഒരു സെക്യൂരിറ്റി ബ്രോക്കർ ആയിരുന്നു. അപ്പോൾ ആ കമ്പനികൾ, അങ്ങനത്തെ കമ്പനികൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇതിനെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ബ്രോക്കർ എന്താ ചെയ്യുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെബി രജിസ്റ്റർ ചെയ്ത ഒരു ബ്രോക്കർ ആയിരിക്കണം. അയാൾ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ട്രേഡിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ ആരാണ്? ബയറും സെല്ലറുമാണ് കോൺടാക്ട്. പ്രൈമറി മാർക്കറ്റിൽ ആർക്കാണ്? ഇഷ്യൂവറും ബയറും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ആൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികൾക്ക് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു, ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൈസ് ഡിസ്കവറി മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇതേ മാർക്കറ്റിനെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ഫർദർ പബ്ലിക് ഓഫർ, അതായത് ഒരിക്കൽ ആൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി അതേ കമ്പനി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അഡീഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫർദർ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നും പറയാം. ഉദാഹരണം, ആൾറെഡി ഞാൻ പബ്ലിക് ഓഫർ നടത്തി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. എനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ രണ്ടാം പ്രാവശ്യം ഞാൻ ഇഷ്യൂ ചെയ്യുന്നതിന് ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ഇനീഷ്യൽ പറഞ്ഞതാണ് ആദ്യമായിട്ട്. ഇപ്പോൾ രണ്ടാമത് എന്താണ്? ഫർദർ പബ്ലിക് ഓഫർ. എന്താ ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ? ആൾറെഡി പബ്ലിക് ഓഫർ നടത്തി ലിസ്റ്റ് ചെയ്ത കമ്പനി വീണ്ടും സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക? ഫർദർ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നു. ഇനി പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടാകുന്ന മാർക്കറ്റാണ്. ഇത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇനി ഈ പ്രൈമറി മാർക്കറ്റ് ഉപയോഗിക്കുന്നത് കമ്പനികൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്താണ്? ഷെയർ അവർ ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എൻകാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷെയർ വാങ്ങിയ ആൾ അയാൾക്ക് ലാഭം ഉണ്ടെങ്കിൽ വിൽക്കുന്നു. അതന്നെ ആകണമെന്നില്ല ഒബ്ജക്റ്റീവ്. ചിലപ്പോൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചേക്കാം. കാരണം എൻ്റെ കയ്യിൽ ഷെയർ ഉണ്ട്, ഈ ഷെയർ എനിക്ക് നഷ്ടത്തിലാണ്, പക്ഷേ എനിക്ക് പെട്ടെന്ന് കാശിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഈ പുസ്തകം പഠിക്കുന്ന സമയത്തും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകത്തിൽ അതേപോലെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് ഛർദ്ദിച്ച് വെക്കാനാണെങ്കിൽ ഈ പരീക്ഷ പഠിക്കരുത് കേട്ടോ, പാസ്സാവില്ലേ. ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ്. കൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തുറന്നിട്ട് ഈ ടെക്സ്റ്റൈൽ മുഴുവനും അങ്ങനെ പറയാനാണെങ്കിൽ പഠിക്കരുത്. അങ്ങനെ പഠിച്ചാൽ പാസ്സാവില്ല. കാരണം ടോപ്പിക്സ് ആർ ചേഞ്ചിങ്, ഇത് ഇവോൾവിങ് സബ്ജക്റ്റുകളാണ്. ഇതൊക്കെ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി മാറ്റം വരുന്ന സബ്ജക്റ്റുകളാണ്. അതൊന്നും നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ പേപ്പറിൽ ന്യൂസ് പേപ്പർ വായന നിർബന്ധമായിട്ടും വേണം. പിന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 പോയിന്റ് ഉണ്ട് ഫാത്തിമ, 10 പോയിന്റ് എനിക്ക് ഓർമ്മയില്ല, 4 പോയിന്റ് ഓർമ്മയുള്ളൂ. അയ്യോ എനിക്കിപ്പോൾ തെറ്റിപ്പോ, 4 അറിയില്ല, ഞാൻ എഴുതുന്നില്ല എന്ന് വിചാരിക്കരുത്. 4 പോയിന്റ് എഴുതുക. സച്ച് അതർ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ സച്ച് അതർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു അവസാനത്തെ പോയിന്റ് എഴുതി ഇറങ്ങിപ്പോരാ, മാർക്ക് കിട്ടും. കാരണം നിങ്ങൾക്ക് ഇത് എത്രമാത്രം ബൈഹാർട്ട് ചെയ്യാൻ അറിയും എന്നതിനെ കുറിച്ചിട്ടല്ല പരീക്ഷ നടത്തുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് അറിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ആസ് എ കമ്പനി സെക്രട്ടറി, ഡു യു നോ ദ കൺസെപ്റ്റ്? ഫോർ എക്സാമ്പിൾ, ഒരു പെനാൽറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്താൽ കമ്പനി സെക്രട്ടറിയെ പീനലൈസ് ചെയ്യുമോ? പീനലൈസ് ചെയ്യുമെന്ന് പറയാം, പക്ഷെ പെനാൽറ്റി ഓർമ്മ കിട്ടുന്നില്ല. മീര വിചാരിക്കുകയാണ് ഞാൻ അയ്യോ എമൗണ്ട് അറിയില്ല അതുകൊണ്ട് എഴുതുന്നില്ല. തെറ്റാണ്, മാർക്ക് കിട്ടില്ല. അതേസമയം നിങ്ങൾ എഴുതുകയാണ് എന്ത്? It is a offense under so and so act. It can be penalizable and the penalty will be as per the provisions of the act. Finished. Full mark. പെനാൽറ്റിയുടെ 3 കൂടി എഴുതാനല്ല ചോദ്യം ചോദിക്കണേ, നിങ്ങൾക്ക് ഇത് തെറ്റാണോ എന്ന് അറിയാനുള്ള വിവരം ഉണ്ടോ എന്ന് അറിയണേ. മനസ്സിലാവുണ്ടോ ഇത് കൺസെപ്റ്റ്? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് ഗോ ബൈ നമ്പറും സെക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്പർ സെക്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അത് മാത്രമല്ല ഉത്തരം, അതിന്റെ കൺസെപ്റ്റ് ക്ലാരിറ്റി. ഇപ്പൊ ഡോർമെന്റ് കമ്പനി സെക്ഷൻ 255 ഓർമ്മ വരുന്നില്ല, കിട്ടോ? 255 അല്ലേ? അല്ലേ? എത്രയാ? 455 മനസ്സിലേ വരുന്നില്ല. MSc 1, MSc 2, MSc 3, MSc 4, MSc 5, MSc 6 ഓർമ്മ വരുന്നില്ല. പ്രശ്നമില്ല, നീ ഒരു മാർക്കേ പോവുള്ളൂ, ബാക്കിയുള്ള 4 മാർക്കും കിട്ടും. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഫസ്റ്റ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. സോ ഡോണ്ട് ട്രൈ ടു ബൈഹാർട്ട് ഇറ്റ്. ഒരു സാധനം ബൈഹാർട്ട് ചെയ്യരുത്. 10 പോയിന്റ് ഉള്ളത് 5 പോയിന്റ് എഴുതി മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുക. 10 പോയിന്റ് എഴുതിയാലേ മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കരുത്. 5 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് അതിന് ടോപ്പിക് അറിയാം എന്നതേ അവർ മനസ്സിലാക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ എക്സാം അതാണ്. ഇനി
പുതിയ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റ് എങ്കിൽ ഫർദർ ട്രേഡിംഗ് ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ്. പോപ്പുലർ ആയിട്ടുള്ള പേരിന് നമ്മൾ IPO, ഇതിനെ പോപ്പുലർ ആയിട്ട് ഇതിനെ IPO മാർക്കറ്റ് എന്ന് പറയുന്നു, മറ്റേതിനെ സെക്കൻഡറി മാർക്കറ്റിനെ ആഫ്റ്റർ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നു. ദെൻ സെക്യൂരിറ്റികൾ വാങ്ങുന്നത് നമ്മൾ നേരിട്ടാണ് കമ്പനി, പ്രൈമറി മാർക്കറ്റിൽ നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ആൾറെഡി വാങ്ങിയ ആൾക്കാർ ഹോൾഡേഴ്സിൽ നിന്നാണ് ഈ സെക്യൂരിറ്റികൾ സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത്. ദെൻ പ്രൈമറി മാർക്കറ്റിൽ എന്താണ്ടാവുന്നത്, പുതിയ കമ്പനികൾക്കും പഴയ കമ്പനികൾക്കും ഫർദർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റ് എങ്കിൽ ആൾറെഡി സെക്യൂരിറ്റി വാങ്ങിയ ആൾക്കാർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് സെക്കൻഡറി മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ ട്രാൻസാക്ഷൻസ് പലപ്പോഴും കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിലായിരിക്കും പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടാവുകയെങ്കിൽ ഇഷ്യൂറും ഇൻവെസ്റ്ററും തമ്മിലാണ് ട്രാൻസാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ബയറും സെല്ലറും തമ്മിലാണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നത്. സാധാരണ പ്രൈമറി മാർക്കറ്റിൽ അണ്ടർറൈറ്റർ മാത്രമാണ് ഉണ്ടാവുക. ആ അണ്ടർറൈറ്റർ ആ കമ്പനി സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ആ ഇഷ്യൂ ഫുള്ളി സബ്സ്ക്രൈബ് ആവുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന ആളാണ്, ഗ്യാരണ്ടി കൊടുക്കുന്ന ആളല്ലേ അണ്ടർറൈറ്റർ. അപ്പോൾ അണ്ടർറൈറ്റർ ആണ് പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ബ്രോക്കേഴ്സ് ആണ് സാധാരണ ഇവിടെ ഉണ്ടാവുക സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടാവുക. ദെൻ വിലയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈമറി മാർക്കറ്റിലെ വില തീരുമാനിക്കുന്നത് ഒന്നുകിൽ പ്രോസ്പെക്ടസിലോ അല്ലെങ്കിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിലോ ആയിരിക്കും. അതേസമയം സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് പ്രൈസ് കണക്കാക്കുന്നത്. ദെൻ ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫണ്ട് ഉപയോഗിക്കുന്നത് പ്രൈമറി മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പുതിയ പ്രൊജക്റ്റുകൾക്കോ അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നിലേക്ക് കൊണ്ടുപോകാനോ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇത് മറ്റെന്താണ്, ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ പണം തിരിച്ചു കിട്ടാനും അയാളുടെ ആവശ്യം ഉപയോഗിക്കാനും നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ ഒരിക്കലും കമ്പനിക്ക് പണം കിട്ടുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റർക്ക് ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി സെക്കൻഡറി മാർക്കറ്റ് ഉപയോഗിക്കുന്നു. ഇനി എന്തിനാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ റെഗുലേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണോ ശരണ്യ? ആണ്. കാരണം എന്താണ്, എവിടെയാണ് നമ്മളിവിടെ ശർക്കര കുടത്തിൽ കൈയിട്ടാൽ നക്കി നോക്കില്ലേ, മധുരമുണ്ടോ നോക്കില്ലേ? സോ എത്ര നല്ല പെർഫെക്റ്റ് ആളാണെങ്കിൽ പോലും പലപ്പോഴും എന്താണ്ടാവുക, ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ധാരാളം തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ മാനിപ്പുലേഷൻസിനെ അവോയ്ഡ് ചെയ്യാനും ഒരു ലീഗലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാനും റെഗുലേഷൻസ് ആവശ്യമാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ 1992 സ്കാം, അതെന്താണ് സ്കാം എന്ന് പറഞ്ഞാൽ അറിയാലോ? 92 സ്കാം അറിയില്ലേ? സ്കാം 92 ഏതാ? ഹർഷദ് മേത്ത നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഹർഷദ് മേത്ത ഇസ് എ ഗ്രേറ്റ് പേഴ്സൺ. ഹി മേഡ് us ടു ലേൺ. അത് അന്ന് നടന്ന് രക്ഷപ്പെട്ടു. അതെങ്ങാനും ഇന്ന് നടന്നെങ്കിലോ പിന്നെ ഒരിക്കലും റിക്കവർ ചെയ്യില്ല ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതുകൊണ്ടാണ് സെബി ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത്. കാരണം ഹർഷദ് മേത്ത ചെയ്ത അന്നത്തെ വോള്യം എന്ന് പറയുന്നത് 10,000 കോടിയുടെ അടുത്തേ ഉള്ളൂ. ഇന്ന് അത് ചെയ്യണമെങ്കിൽ ഒരു 100 ലക്ഷം കോടിക്കെങ്കിലും ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അന്ന് ആകെ 10, 150, 20, 200 കമ്പനിയേ ഉള്ളൂ. ഇന്ന് എത്രയാ, ലക്ഷക്കണക്കിന് കമ്പനികളുണ്ട്. 1980-കളിൽ സാധാരണ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, 1980-കളിലാണ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനികളുടെ ഷെയറുകൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത്. 1980-ന് മുമ്പ് ആക്ച്വലി ഫാമിലി ഓറിയന്റഡ് കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ടാറ്റയുടെ കമ്പനി, ബിർളയുടെ കമ്പനി. നമ്മുടെ നാട്ടിലും പറയാറുണ്ട്, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാധനം വാങ്ങാൻ വേണ്ടി വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സമയത്തൊക്കെ ഞങ്ങളുടെ അച്ഛനമ്മ പറഞ്ഞു, ഞാൻ ടാറ്റയും ബിർളയൊന്നും അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ അത്ര കാശൊന്നുമില്ല, ഞാൻ ടാറ്റയും ബിർളയൊന്നും അല്ല. കാരണം നമ്മുടെ രാജ്യത്തെ കമ്പനികളൊക്കെ ഫാമിലി ഡ്രിവൺ ആയിരുന്നു. 1980s ആയോടുകൂടിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ മാർക്കറ്റ് ധാരാളം പ്ലെയേഴ്സ് മാർക്കറ്റിലേക്ക് വന്നതോടുകൂടി, ധാരാളം പ്ലെയേഴ്സ് മാർക്കറ്റിലേക്ക് വരികയും ഇതിൽ ചില ആൾക്കാരെങ്കിലും മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഈ മാനിപ്പുലേഷൻസ് ധാരാളം തെറ്റായിട്ടുള്ള ആക്ടിവിറ്റികൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. 1992 എന്തുണ്ടായി, ഈ വലിയൊരു സ്കാം ഉണ്ടായി. ആ സ്കാം കണ്ടുപിടിക്കപ്പെട്ടു. ആ സ്കാം ക്യാപിറ്റൽ മാർക്കറ്റ് മുന്നിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊരു സംശയം ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് സെബി ഇല്ല. 1988 ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വഴി സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും 1992 വരെ സെബിക്ക് ഫുൾ അധികാരങ്ങൾ കൊടുത്തില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ആയിരുന്നു ഈക്വിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 1992 ഈ സ്കാം വന്നതോടുകൂടി ഈ മാർക്കറ്റ് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതുവഴി എന്ത് ചെയ്യുകയും ചെയ്തു, ഈ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിനെ എന്ത് ചെയ്തു, അതിനെ ആ ആക്ട് റിപ്പീൽ ചെയ്യുകയും സെബിയെ എന്ത് ചെയ്തു, ഒരു ആക്ട് വഴി ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നു ആദ്യം. അതിനുശേഷം അതേ വർഷം തന്നെ 1992 തന്നെ ആക്ട് പാസ്സാക്കിയിട്ട് സെബിയെ റെഗുലേറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, 1980-ന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ഉണ്ടായി. 1980-ന് ശേഷം ധാരാളം ആൾക്കാർ, സാധാരണക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു. ധാരാളം മാൽ പ്രാക്ടീസസ് ഉണ്ടായി. 1992 ഒരു സ്റ്റോക്ക് മാർക്കറ്റ്
ക്രാഷ് ഉണ്ടായി. എന്തുണ്ടായത്? വലിയൊരു മാനിപ്പുലേഷൻ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ അതുവരെ അതിനെ റെഗുലേറ്റ് ചെയ്തത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അവർക്കത് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും സ്വന്തമായിട്ട് ഒരു റെഗുലേറ്റർ ആവശ്യമാണ്, റിസർവ് ബാങ്കിനെ പോലെ റെഗുലേറ്റർ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി 988 തന്നെ അതിന്റെ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും 1992 ഒരു ഗവൺമെന്റ് ഓർഡിനൻസ് പ്രകാരം സെബി ഫോം ചെയ്തു. അതേ വർഷം തന്നെ സെബി ആക്ട് കൊണ്ടുവന്ന് സെബി റെഗുലേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എങ്ങനെയാണ്? ഇന്ത്യൻ ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. നമ്മൾ സെബി ആരുടെ കീഴിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ആരാണ്? ശരിക്കും മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനോടൊപ്പം തന്നെ സെബിയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് സെബി വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് സെബി വരുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസും സെബിയും റിസർവ് ബാങ്കും കൂടെ ചേർന്നിട്ടാണ് സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പണം ഇൻവോൾവ് ചെയ്യുന്ന എല്ലായിടത്തും ആരാ റെഗുലേറ്റർ? റിസർവ് ബാങ്ക് ആണ്. സെക്യൂരിറ്റി ഇൻവോൾവ് ചെയ്യുന്ന എല്ലായിടത്തും എന്താണ്? ഇത് രണ്ടും കൂടെ ചേർന്നതല്ലേ ഫിനാൻസ് എന്ന് പറയുന്നത്. അതിനാരും മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ ഫിനാൻസ് മിനിസ്റ്റർ, അതായത് നിർമ്മലാ സീതാരാമൻ അല്ലെ, ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ് ആര് വരുന്നത്? മിനിസ്ട്രിയുടെ കീഴിലാണ് സെബിയും റിസർവ് ബാങ്കും വരുന്നത്. ഇത് മൂന്ന് പേരും ചേർന്നിട്ടാണ് സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഫിനാൻസ് മിനിസ്ട്രിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഡിവിഷൻ. ഇതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ഉണ്ട്. അതിന്റെ താഴെയാണ് ആര് വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിന് താഴെയാണ് ആര് വരുന്നത്? സെബിയും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വരും. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, നേരെ താഴത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, അതിന് രണ്ട് ബ്രാഞ്ചുകൾ സെബി ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവരാണ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ത്രൂ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആൻഡ് ത്രൂ സെബി ആൻഡ് RBI ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇത് നമ്മുടെ രാജ്യത്തിലെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഓർഡർലി ഡെവലപ്മെന്റിന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ, ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റി മാർക്കറ്റ് നന്നായിട്ട് വളരുന്നു എന്നും തെറ്റുകളൊന്നും ചെയ്യപ്പെടുന്നില്ല എന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന്, സെക്യൂരിറ്റി മാർക്കറ്റിൽ ആവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കൊണ്ടുവരുന്നു. എന്താ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ? ഇന്റർമീഡിയറീസ് ആരാണെന്നും ഏതൊക്കെ ഇന്റർമീഡിയറീസ് വർക്ക് ചെയ്യുക, അവർക്ക് എന്താ ലൈസൻസ് എടുക്കേണ്ടത്, അവരുടെ അധികാരങ്ങൾ എന്താണ്. നോക്കൂ, നമ്മുടെ ഈ ലേഡി വോൾഫ് ഹൃദയ പറയാൻ പോകുന്ന ആള്, ഇവരൊക്കെ എന്താ ചെയ്തേ? ഇവരാരും സെക്യൂരിറ്റി മാർക്കറ്റിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല. നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഉപദേശിക്കുക എന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള സെക്യൂരിറ്റികളുടെ പേര് പറയുന്നു. ആ പേര് പറയുന്നതിന് മുമ്പ് അവരത് വാങ്ങി വെച്ചിട്ടുണ്ടാവും. കണ്ടാൽ പാവം എന്താണ് ആട്ടിൻ തോലിട്ട ചെന്നായി. ഉപദേശികൾ പലപ്പോഴും അങ്ങനെയാണ്. കേട്ടോ നിങ്ങൾ ഉപദേശികളെ കേട്ടോ? ഉപദേശികൾ ആരെ കണ്ടാലും ഉപദേശിക്കുന്ന ആൾക്കാരെ, കുട്ടിയെ അങ്ങനെ ചെയ്യല്ല കേട്ടോ കുട്ടിയെ എന്നാണ്. ഇയാൾ അത് ജീവിതത്തിൽ ചെയ്യില്ല. ഇതിന് ഓപ്പോസിറ്റ് ചെയ്യണ്ടാവുക. ഈ ലേഡി വോൾഫ് ആണെങ്കിലും ഇപ്പം ഈ പറയാൻ പോകുന്ന ആളാണെങ്കിലും, ലേഡി വോൾഫ് നമ്മൾ ആളെ ഡിസ്കസ് ചെയ്ത പോയിന്റാണ്. ഇവരൊക്കെ ഉപദേശിക്കും. പക്ഷെ ഉപദേശിക്കുന്നതിന് മുമ്പ് അവരൊരു പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പൊസിഷൻ ഈ ഉപദേശം ഉപയോഗിച്ച് ആൾക്കാർ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കും, പ്രൈസ് വർദ്ധിക്കും. ആ സമയത്ത് അവർ വിറ്റ് കാശാക്കും. ഇതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ മാനിപ്പുലേഷൻസ് ആണ് ഇവരൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മാനിപ്പുലേഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല സ്ട്രിക്റ്റ് റെഗുലേഷൻ. മനസ്സിലാവുണ്ട് ഫാത്തിമ? ഞാൻ പറയുന്നത് എന്താണെന്നുള്ള, ഇവർ ഈ ഉപദേശികൾ ചെയ്യുന്ന കാര്യം ഐസർ പറഞ്ഞാൽ തെറ്റായിട്ട് എടുക്കണ്ട. ഉപദേശികൾ തെറ്റായിട്ട് എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ഉപദേശികൾ പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. ഉപദേശികൾ സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയാ സെക്യൂരിറ്റി വാങ്ങിക്കോ, ഇത് വാങ്ങിക്കോ, ഇത് കയറാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇയാൾ ഈ സാധനം വാങ്ങിയത് കൊണ്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർ കൂടുതൽ വോള്യം വാങ്ങിയാൽ ഷെയറിന്റെ വില കൂടുമെന്ന പ്രതീക്ഷ വെച്ചത് അവർ ചെയ്യണേ. നമ്മൾ പറയാറില്ലേ, നിങ്ങളൊരു 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞാൻ ഒരു വർഷം കൊണ്ട് 7 ലക്ഷം രൂപയാക്കി തരാം എന്ന് പറയുന്ന ആളുണ്ട്. നാളേക്ക് 5 ലക്ഷം ലോൺ എടുത്തുണ്ടാക്കിയാൽ പോയി. നമ്മളിന്ന് കാശ് എന്തിനാ വാങ്ങണേ? മണി സർക്കുലേഷൻ സ്കീമാണ്. അവർ പറ്റിക്കുകയാണ് നമ്മളെ. അപ്പൊ നിങ്ങളുടെ കണ്ണൂരുണ്ടായിരുന്ന ഒരു സംഭവം, ഒരു ഭയങ്കര വലിയ സംഭവമായിരുന്നു. 1000 കോടി രൂപയെ പറ്റിച്ചേ. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ ഓൺ ദിസ്. അപ്പോൾ അതിന് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ചെറിയ ആൾക്കാർ പ്ലേ ചെയ്യുന്ന മാർക്കറ്റാണ്. സാധാരണക്കാരൻ്റെ ഹാർഡ് ഏൺഡ് മണി വന്നാൽ മാത്രമാണ്. ബെർലിൻ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമൊന്നുമല്ല കമ്പനികൾ വളരുള്ളൂ. നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫോസിസിൽ ആകെ 3% ഷെയറുകൾ താഴെയുള്ളൂ നാരായൺ മൂർത്തിക്ക് എന്ന് പറയുമ്പോൾ ബാക്കി 97% ഷെയർ ആരുടെയാ? ഒരു ഷെയറും 2 ഷെയറും 10 ഷെയറും 50 ഷെയറും 100 ഷെയറും ആൾക്കാരുടെ അല്ലേ?
അല്ലെ? അവരാണ് ലാർജർ ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവരുടെ ആ പ്രൊട്ടക്ഷൻ ആരുടെ ജോലിയാണ്? ഗവൺമെന്റിന്റെ ജോലിയാണ്. സോ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് വഴി നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. 2, നല്ല റെഗുലേറ്ററി ഫ്രെയിംവർക്കും അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അവർ ഉണ്ടാക്കുന്നു. എന്താണ് റെഗുലേറ്ററി ആൻഡ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ? അവർ നല്ല ബിൽഡിംഗ് റെഗുലേറ്ററി ആൻഡ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെബി പോലത്തെ റെഗുലേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആര് വഴിയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടൂ, എവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടൂ? നമ്മുടെ നാട്ടിൽ ഈ കുബേര എന്ന് പറഞ്ഞ സ്കീമുണ്ട്. കുബേര കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് നമ്മുടെ നാട്ടിൽ കുബേര എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്, നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ട്. മണി ലെൻഡേഴ്സ് ഉണ്ട്. അൺഓതറൈസ്ഡ് മണി ലെൻഡേഴ്സ് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ ആ പണം തിരിച്ചു ചോദിച്ച് അവർ ഹരാസ് ചെയ്താൽ അവർക്കെതിരെ കേസ് കൊടുക്കാം. കുബേര എന്നാ നിയമത്തിന്റെ പേര്. അതെന്തുകൊണ്ടാണ്? ദെർ ഈസ് എ ബാങ്ക്, ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് ലോൺ, ഗോ ടു ദ ബാങ്ക് ആൻഡ് ടേക്ക് ദ ലോൺ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ സ്ട്രെങ്തനിങ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെക്കാനിസം, ഇൻവെസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിന് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കൊണ്ടുവരിക സെക്യൂരിറ്റി മാർക്കറ്റിൽ. അതുപോലെ തന്നെ എന്താണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് സെക്യൂരിറ്റി മാർക്കറ്റിന് വേണ്ടി എന്തെല്ലാം ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്? 1, സെക്യൂരിറ്റി മാർക്കറ്റിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരിക, ആവശ്യമായ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനെ സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമായ നിയമങ്ങൾ ആവശ്യമായ സമയത്ത് ഉണ്ടാക്കുക. ഇതാണ് അവരുടെ ഉത്തരവാദിത്വം. ദെൻ സെബി, ദ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ. സെബി ആണ് നമ്മുടെ രാജ്യത്തിലെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ. സെബി എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ടൈം ലൈൻ കറക്റ്റ് ആണ്, 988 ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വഴി 988 ക്രിയേറ്റ് ചെയ്യുന്നു. 1992 ഈ സ്കാം ഉണ്ടായതിനു ശേഷം ഒരു ഓർഡിനൻസ് വഴി സെബി ക്രിയേറ്റ് ചെയ്യുന്നു. അതേ വർഷം തന്നെ April 4, 1992 എന്ത് ചെയ്യുന്നു? സെബി ആക്ട് പാസ്സാക്കുന്നു. എന്നാ പാസ്സാക്കുന്നത്? 21 ഫെബ്രുവരിയിലാണ് ഓർഡിനൻസ് വരുന്നത്. അതിനെ 4th ഏപ്രിലിന് എന്ത് ചെയ്യുന്നു? അതിനെ നിയമമായിട്ട് കൊണ്ടുവരുന്നു. ഈ നിയമം ഏത് ആക്ടിന്റെ കീഴിലാണ് ഈ നിയമം പാസ്സാക്കുന്നത്? സ്ക്രായുടെ കീഴിൽ. എന്താണ് സ്ക്രായുടെ ഫുൾ ഫോം? സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. സെക്യൂരിറ്റീസുമായി 1956. 1956 പ്രത്യേകത എന്താ? കമ്പനി സെക്രട്ടറിക്ക് ഇന്ത്യയിൽ ആദ്യത്തെ കമ്പനീസ് ആക്ട് എന്താണ്ടായേ? 1956 അതേ വർഷം തന്നെയാണ് എന്തുണ്ടാകുന്നത്? സ്ക്രായും ഉണ്ടാകുന്നത്. ഈ സെക്യൂരിറ്റീസ് എങ്ങനെയാണ്, എന്താണ് സെക്യൂരിറ്റീസ് എന്നും അതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടാവേണ്ടതും അതുപോലെ റെഗുലേറ്ററി അതോറിറ്റീസിന്റെ അധികാരങ്ങളൊക്കെ പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് അധികാരങ്ങളൊക്കെ പറഞ്ഞ് സ്ക്രായിലാണ്. പക്ഷെ 956 992 എത്തിയപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റ് ഭയങ്കരമായിട്ട് വളർന്നു. അപ്പൊ സ്ക്രായുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ സ്ക്രാ എന്ന് പറയുമ്പോൾ ഇനി മനസ്സിലാക്കണം, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ആണ്. സ്ക്രായുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റിനും സ്ക്രായ്ക്കും ഉണ്ടായിരുന്ന അധികാരങ്ങൾ ആർക്ക് കൊടുത്തു? സെബിക്ക് കൊടുത്തിട്ട് ആ പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സെബി ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എവിടുന്നാ ഇവോൾവ് ചെയ്യുന്നത്? സ്ക്രായിൽ നിന്നാണ് അധികാരങ്ങൾ എവിടുന്നാ കിട്ടുന്നത്? സ്ക്രായിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരങ്ങളാണ് ആർക്ക് കിട്ടുന്നത്? സെബിക്ക് കിട്ടുന്നത്. ഏതാ ടൈം ലൈൻ എങ്ങനെയാ? 1988 ദെൻ അതിനുശേഷം എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ. 1992 ഒരു ഓർഡിനൻസ്. 92 ഏപ്രിലിൽ എന്താണ്? ആക്ട്, സെബി ആക്ട്. പക്ഷെ 94 വരെ സെബിക്ക് ഈ ഓർഡിനൻസ് റെഗുലേഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരുന്നില്ല. സെബി ആക്ട് റീപ്ലേസ്ഡ് ദെൻ ദ റെഗുലേറ്ററി പവേഴ്സ് സെബി ഇൻക്രീസ് ത്രൂ. ഇനി അതിനുശേഷം എന്താണ്ടായി? 1995 എന്ത് ചെയ്തത്? റെഗുലേഷൻസ്, അതായത് ഈ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് പല്ലില്ലാത്ത നേതാവായിരുന്നു ആര്? ഈ സെബി. അതുവരെ 92 മുതൽ 95 വരെ. കാരണം അവർക്ക് റെഗുലേറ്റ് ചെയ്യാം, പക്ഷെ അതിനു വേണ്ടി റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല? സെബിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ 95 എന്ത് ചെയ്തു? സെബിക്ക് അവർക്ക് ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ ലോ മേക്കിംഗ് പവർ കൂടെ ആർക്ക് കൊടുത്തു? റെഗുലേഷൻ മേക്കിംഗ് പവർ കൂടെ ആർക്ക് കൊടുത്തു? സെബിക്ക് കൊടുക്കേണ്ടായി. സെബി ആരുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണുള്ളത്. ഇത് ഹെഡ് ഓഫീസ് ബോംബെയിലാണ്. 2002 എന്താണ്? ഇറ്റ് ഹാസ് നൗ ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. 2002 വളരെ വലിയൊരു അമെൻമെന്റ് ഉണ്ടായി. ഈ അമെൻമെന്റ് പ്രകാരം എന്തുണ്ടായി? സെബിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, അതായത് റെഗുലേഷൻസ് കൊണ്ടുവരാൻ മാത്രമല്ല ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയെ പോലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കൂടെ ആർക്ക് കൊടുത്തു? സെബിക്ക് കൊടുത്തു. സെബിക്ക് ഇൻട്രീം ഓർഡേഴ്സും, ഇൻട്രീം ഓർഡേഴ്സ് പറഞ്ഞ അർത്ഥം? ഇൻട്രീം ഓർഡർ പറഞ്ഞതാ? വാട്ട് ഈസ് ഇൻട്രീം ഓർഡർ? ഇന്ററിം ഓർഡർ. വാട്ട് ഈസ് ഇന്ററിം ഓർഡർ? അതായത് ഒരു ഫൈനൽ ഓർഡറിന് മുമ്പ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് BNS, ഫൈനൽ ഓർഡറിന്റെ മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ഇന്ററിം ഓർഡർ.
ഓക്കെ, ഇന്റർമീഡിയന്റ് ഓർഡേഴ്സ്. അപ്പൊ ഇന്ററിം ഓർഡേഴ്സ്, ഈ ഇന്ററിം ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിനും ഫൈനൽ ഓർഡർ പാസ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനും ഇൻക്വയറി നടത്തുന്നതിനും ഒക്കെ അധികാരം ആർക്ക് കൊടുത്തു? സെബിക്ക് കൊടുത്തു. ഇവൻ സീസ് ആൻഡ് ഡെസിസ്റ്റ് ഓർഡർ പാസ് ചെയ്യാൻ. എന്താ സീസ് ആൻഡ് ഡെസിസ്റ്റ് പറഞ്ഞ വാക്കിനകത്ത് പറഞ്ഞേ? സീസ് വാക്കിനകത്ത് എന്താ? ഡെസിസ്റ്റ് അറിയാം, ഡെസിസ്റ്റ് ഒക്കെ അറിയാം. സീസ് ആൻഡ് ഡെസിസ്റ്റ്. നിങ്ങൾ തെറ്റ് ചെയ്യാണ്, നിങ്ങൾ വീട്ടിൽ എന്താ പറയാ? സീസ് ഡെസിസ്റ്റ്. ഇതേ ചെയ്യരുതട്ടാ, ഡെസിസ്റ്റ്. റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ പറഞ്ഞതാണ്. ഫോണാ വേണേ ഇറക്കി. നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കൊന്നും വാട്സപ്പ് നോക്കി, അപ്പൊ ഞാൻ ശപിച്ചിരുന്നവനാണ്. കണ്ടിട്ട് നോക്കിയാ എത്ര സമയം ഞാൻ ആലോചിക്കും, ഇത്ര കഴിവ് എനിക്ക് അറിഞ്ഞില്ല ഞാനിതൊന്നും. സീസൺ സത്യമായിട്ട് പറഞ്ഞാട്ടോ, അതെ ശപിച്ചൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ടു വാട്സാപ്പ് നോക്കണത്. സീസൺ ഡെസിസ്റ്റ് ഓർഡർ. സീസൺ ഡെസിസ്റ്റ് എന്താണ്? സീസ്, സ്റ്റേ ദേർ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ഓർ ഡോണ്ട് കണ്ടിന്യൂ. അപ്പൊ ഈ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? അപ്പൊ സെബിക്ക് എന്തിനൊക്കെ അധികാരമുണ്ട്? സെബിക്ക് ഇന്ററിം ഓർഡർ പാസ്സാക്കാം, ഫൈനൽ ഓർഡർ പാസ്സാക്കാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം, ഇൻക്വയറി നടത്താം, സീസ് ആൻഡ് ഡെസിസ്റ്റ് ഓർഡർ പാസ്സാക്കാനൊക്കെ അധികാരമുണ്ട്. ഈവൻ മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? സെബിക്കുണ്ട്. അപ്പൊ സെബിക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കോടതിയുടെ എല്ലാ അധികാരമുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, ഇൻക്വയറി നടത്താം, ഇന്ററിം ഓർഡേഴ്സ് കൊടുക്കാം, ഫൈനൽ ഓർഡർ കൊടുക്കാം, സീസ് ആൻഡ് ഡെസിസ്റ്റ് ഓർഡർ പാസ്സാക്കാം, മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. ഇവിടെ കാണുന്ന പെനാൽറ്റി മുഴുവൻ കമ്പനിയിൽ നമ്മൾ എന്താ കണ്ടൊക്കെ ലക്ഷങ്ങളല്ലേ കണ്ടേ? നമ്മൾ ഇന്ന് കാണാൻ പോണേ ഉള്ളൂ. ഇതിലൊക്കെ കോടികളില. സെബിയുടെ സെക്യൂരിറ്റി മാർക്കറ്റ് വയലേഷന്റെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 25 കോടി 50 കോടിയൊക്കെയാണ്. കമ്പനി സെക്രട്ടറി ആവേണ്ടതുകൊണ്ട് ഫാത്തിമ പേടിക്കണ്ട കേട്ടോ. അതിനൊരു ഇൻഷുറൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പെനാൽറ്റി വരികയാണെങ്കിൽ അത് എടുക്കാനുള്ള ഇൻഷുറൻസ് നിങ്ങളുടെ കമ്പനി എടുത്തിട്ടുണ്ടാവും. പേടിക്കൊന്നും വേണ്ട, കയ്യിൽ നിന്ന് കാശൊന്നും പോകില്ല. അതുകൊണ്ട് പേടിപ്പിക്കാൻ പാടില്ലല്ലോ. ഇൻ ഏരിയ ഓഫ് പോളിസി മേക്കിംഗ്, സെബി നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സെബി എന്ത് ചെയ്യുന്നു? പലപ്പോഴും ഗവൺമെന്റുമായിട്ടും RBIയുമായിട്ടും PFRDAയുമായിട്ടും IRDA. എന്താ PFRDA പറഞ്ഞാൽ എന്താണ്? പ്രൂഡന്റ് ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. IRDA എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇവരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനത്തെ അതോറിറ്റികളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ ആരെടുക്കുന്നത്? സെബി. ഓവർലാപ്പ് ചെയ്യില്ല ഒരിക്കലും. സെബിയുടെ 3 പർപ്പസ് എന്തൊക്കെയാണ്? പ്രൊട്ടക്ട്, പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ്. PPR ആണ് ഇതൊരു ഒബ്ജക്റ്റീവ്. എന്താ PPR? പ്രൊട്ടക്ട് the interest of investors, promote the development of security market, security market ne development promote ചെയ്യുക, regulate the security market, security market ne regulate ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ്? ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ എന്താണ്? സെക്യൂരിറ്റി മാർക്കറ്റിനെ വളർച്ച പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ്. PPR ഇത് ഓർത്തിരിക്കണം. PPR പ്രൊട്ടക്ട്, പ്രൊമോട്ട്, റെഗുലേറ്റ്. പ്രൊട്ടക്ട് ആരെ പ്രൊട്ടക്ട് ചെയ്യുക? ഇൻവെസ്റ്റേഴ്സിനെ. പ്രൊമോട്ട് ആരെ ചെയ്യുക? സെക്യൂരിറ്റി മാർക്കറ്റിനെ. റെഗുലേറ്റ് ആരെ ചെയ്യുക? സെക്യൂരിറ്റി മാർക്കറ്റ്. കേട്ടോ, PPR ആണ് ഒബ്ജക്റ്റീവ് ഓഫ് സെബി. 1988, 1992, 1995, 2002 ടൈം ലൈൻ. സെബിയുടെ ടൈം ലൈനാണ് ഞാൻ പറഞ്ഞത്. ദെൻ നമ്മൾ എന്താണ്? PPR പ്രൊട്ടക്ട്, പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ്. സെബി ഒരു വാച്ച് ഡോഗ് ആണ്, ഒരു കാവൽ നായാണ് സെബി. എന്താണ്? എപ്പോഴും ഈ സെക്യൂരിറ്റി മാർക്കറ്റ് ഒന്നും ഇൻവോൾവും ചെയ്യില്ല, അനാവശ്യമായിട്ട് ഇൻവോൾവും ചെയ്യില്ല. ഇപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇങ്ങനെ നിരീക്ഷണം നടത്തിക്കൊണ്ട് തെറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിൽ ഇടപെടുകയും ആ തെറ്റുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് സെബിയാണ്. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമാണ് അതിലുള്ള പ്ലെയേഴ്സിന് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇഫ് ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇഫ് ദേ ഹാവ് ടു ആക്ട് സ്മൂത്ത്ലി ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരിക്കണം? അത് വളരെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തിരിക്കണം. സോ വേരിയസ് നിയമങ്ങൾ സമയാസമയങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് ആര് പാസ്സാക്കിയിട്ടുണ്ട്? സെബി പാസ്സാക്കിയിട്ടുണ്ട്. സെബി റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമങ്ങളും റെഗുലേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സെബി എന്ത് ചെയ്യുന്നു? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് സെബി വഴി ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്ററി സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്. ഏതൊക്കെ നിയമങ്ങളാണ്? വീണ്ടും പറയും, നമ്മൾ പഠിച്ചതാണ്. 1992 സെബി ആക്ട്. സെബി ആക്ടിന്റെ ഉദ്ദേശം എന്താണെന്നാ പറഞ്ഞത്? PPR പ്രൊട്ടക്ട്, പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ്. ദെൻ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് റെഗുലേഷൻ 1956. ഇവിടെ നിന്നാണ് എന്തുണ്ടാകുന്നത്? സെബി ഉണ്ടാകുന്നത് തന്നെ ഇവിടെ നിന്നാണ്? ഈ സ്ക്രായിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ മദർ ആക്ട്, സെബിയുടെ മദർ ആക്ട് എന്ന് പറഞ്ഞാൽ ആരാണ്?
സ്ക്രായാണ്. ദെൻ ഡെപ്പോസിറ്ററീസ് ആക്ട് 1996 എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂരിറ്റികളെ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാൻ അനുവദിക്കുന്നതാണ്. എന്ത്? ഫഞ്ചിബിലിറ്റി ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് അതിനെ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാൻ ഡെപ്പോസിറ്ററീസ് ആക്ട് ഉണ്ട്. ദെൻ അടുത്ത എന്താണ്? നമ്മുടെ സ്വന്തം നിയമം ഏതാണ്? കമ്പനീസ് ആക്ട് അല്ലെ? കമ്പനി സെക്രട്ടറി ആക്ട് ഏതാ? കമ്പനീസ് ആക്ട് സെബിയാണ്. അതാണ് നമ്മുടെ ആകെ ബ്രെഡ് വിന്നർ അതാണ് കമ്പനീസ് ആക്ടിനെ ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങളെ? കമ്പനീസ് ആക്ടിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല. അതിനെ സ്നേഹിച്ചേക്കണം കമ്പനീസ് ആക്ടിനെ. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ എവിടെയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് സെക്ഷൻ വന്നിരുന്ന 460 പിന്നെ 640 ആയിരുന്നു. അങ്ങനെ സ്കാറ്റർ ചെയ്ത് കടന്നിരുന്ന ഒരു 10-13 പുസ്തകങ്ങളുള്ള വലിയൊരു സാധനമായിരുന്നു അന്നത്തെ കമ്പനീസ് ആക്ട്. രാമയുടെ ടെക്സ്റ്റിൻ്റെ 3 ഉണ്ടായിരുന്നു. രാമയ്യ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിൻ്റെ കമൻട്രി എഴുതുന്ന ആളാണ്. എത്ര പോകുന്ന പുസ്തകങ്ങളുണ്ടാവുക. അങ്ങനത്തെ 3 ബുക്ക് ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ കമ്പനീസ് ആക്ട് വളരെ സിമ്പിളാണ്. വളരെ രസമായിട്ട് 68, 69, 70 ബൈബാക്ക് ഞാൻ പഠിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? 116, 249, 393 3 ഓർമ്മ ഉണ്ടാവില്ല. ഇത് 68, 69, 70. 90 കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങും അതുപോലെ തന്നെ മിനിറ്റ്സും ഒക്കെ കിട്ടും നമുക്ക്. കിട്ടില്ലേ? ഇത് സുഖം. ഈ കമ്പനീസ് ആക്ടിൽ പറയാത്തതൊന്നും ഇന്ന് നമ്മുടെ നിയമത്തിൽ. ആരുണ്ടാക്കിയേ? ഹൂ ഈസ് എ പേഴ്സൺ ഹു വാസ് ഹെഡിങ് ഈ കമ്മിറ്റി? ജെ റാണി. അദ്ദേഹം എവിടെയായിരുന്നു? എവിടുത്തുകാരൻ? ഏത് കമ്പനിയിലത്തെ ആളാ? ടാറ്റാ സൺസിന്റെ ഡയറക്ടറാണ് ഡോക്ടർ ജെ ഇറാനി. ഈ 2013 കമ്പനീസ് ആക്ടും കമ്പനീസ് സെക്രട്ടറി തമ്മിൽ ബന്ധം എന്താ? 2013 കമ്പനീസ് ആക്ട് വരെ കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണെങ്കിലും അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടായിരുന്നില്ല. എന്നാൽ 2013 കമ്പനീസ് ആക്ടിൽ ദയവായത് മാൻഡേറ്ററി ആക്കി. അപ്പോയിന്റ് ചെയ്യേണ്ട കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിവസം 1000 രൂപ പെനാൽറ്റി അടക്കണം. ദിവസം. അത് ചോദിക്കേ, സാർ പഠിച്ച് പാസ്സായിട്ട് ജോലി ഇട്ടില്ലെങ്കിലോ? ഓരോ കമ്പനിയും ഓരോ മാസം അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ 30,000 രൂപ ഫീസ് പെനാൽറ്റി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോയിന്റ് ചെയ്യാണ്ടിരിക്കുമോ? ഇതിൻ്റെയൊക്കെ 2013 കമ്പനീസ് ആക്ട്. നമ്മൾ ഓരോ നിയമത്തിനും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. കമ്പനീസ് ആക്ട് നമ്മളെ വിളിച്ചപ്പോൾ ഭയങ്കര സംഭവമാണ്. കോർപ്പറേറ്റ് ഗവർണൻസ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ആക്ട് ഇല്ല. ലാഭത്തിലുപരി എന്ത് വേണം? പരിസ്ഥിതി, സാമൂഹിക അല്ലേ നിയമപാലന നടത്തിക്കൊണ്ട് വേണം കമ്പനി നടത്താൻ. അപ്പൊ ഏതൊക്കെ ആക്ടുകളാണെന്നാ പറഞ്ഞേ? നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ സെബി, സ്ക്രാ, ഡെപ്പോസിറ്ററി, കമ്പനീസ് ആക്ട്. So we'll break here for the day and tomorrow we'll start from SEBI Act.